നിരന്തരം ഇന്ത്യയെ വിമർശിച്ചും മോദി വിരുദ്ധ പരാമർശം നടത്തുന്ന മാൽദ്വീപിന്റെ നിലപാടുകൾക്ക് പോലും ഇപ്പോൾ ഇളക്കം തട്ടുന്ന സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ AI ഉപയോഗത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മാൽദ്വീപ് പീപ്പിൾസ് മജ്ലിസ് സ്പീക്കറായ അബ്ദുൾ റഹീം അബ്ദുള്ള. ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഡിജിറ്റലൈസേഷനെയും AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെയുമാണ് അദ്ദേഹം ഇപ്പോൾ പ്രശംസിച്ചിരിക്കുന്നത്. പാർലമെന്റ് നടപടികൾ വീക്ഷിക്കാനായി ഇന്ത്യയിലെത്തിയതായിരുന്നു മാൽദ്വീപ് സ്പീക്കർ അടക്കമുള്ള പ്രതിനിധി സംഘം. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ മാൽദ്വീപ് സംഘത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷനായ ജഗദീപ് ധൻഖർ ചേർന്നാണ് സ്വീകരിച്ചതും. ലോക്സഭയുടെയും രാജ്യസഭയുടെയും നടപടികൾ വീക്ഷിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലെ AI ഉപയോഗത്തെ അഭിനന്ദിച്ചതും. മാൽദ്വീപ് മജ്ലിസിന്റെ ആർക്കൈവുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ സാങ്കേതിക പിന്തുണ നൽകണമെന്ന് മാൽദ്വീപ് സ്പീക്കർ ഓം ബിർളയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ സാധ്യമായ എല്ലാ സഹായവും നൽകാം എന്നാണ് മാൽദ്വീപ് സ്പീക്കറിന് ബിർള നൽകിയ ഉറപ്പ്. ഇന്ത്യയും മാൽദ്വീപിനെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക, സാമ്പത്തിക, വ്യാപാര ബന്ധങ്ങളുണ്ട് എന്ന് ഓം ബിർള പറഞ്ഞു. മാൽദ്വീപിലെ പീപ്പിൾസ് മജ്ലിസ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നേടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും പാർലമെന്റുകൾ തമ്മിൽ ധാരണാപത്രവും ഒപ്പുവെച്ചിരുന്നു. അതേസമയം നമുക്കറിയാം, ഏതൊരു ഘട്ടത്തിൽ പോലും മാൽദ്വീപ് വളരെയധികം വിമർശനങ്ങളാണ് ഇന്ത്യക്ക് മേൽ ചൊരിയുന്നത്. എന്നാൽ ഇന്ത്യ ഒരിക്കൽ പോലും മാൽദ്വീപിനെ സഹായിക്കാതിരിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരന്തരം മോദിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന മാൽദ്വീപിന് കൈത്താങ്ങായി ഭാരതം എന്നും നിലകൊണ്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷം പോലും നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു ക്ഷാമം കാരണം മാൽദ്വീപ് അനുഭവപ്പെട്ടപ്പോഴും അവർ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ മാൽദ്വീപിലേക്ക് കയറ്റി അയക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. അരി, ഗോതമ്പ്, പഞ്ചസാര, പരിപ്പ്, മുട്ട, ഉരുളക്കിഴങ്ങ്, ഉള്ളി എന്നിവ മാൽദ്വീപിന് നൽകിയിരുന്നു. രാജ്യത്ത് വില നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നിരോധിക്കുകയോ നിജപ്പെടുത്തുകയോ ചെയ്തിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പോലും മാൽദ്വീപിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയും ചെയ്തിരുന്നു. ചൈന വിധേയത്വമുള്ള മുഹമ്മദ് യൂനിസ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മാൽദ്വീപ് ഇന്ത്യയുമായി അത്ര രസത്തിലായിരുന്നു. മാൽദ്വീപിന്റെ അഭ്യർത്ഥന മാനിച്ച് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയായിരുന്നു ചെയ്തത്. ചൈന വിധേയത്വമുള്ള മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മാൽദ്വീപ് ഇന്ത്യയുമായി അത്ര രസത്തിലല്ലായിരുന്നു. ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുമായിട്ടാണ് മൊയ്സു അധികാരത്തിലെത്തിയതും. എന്നാൽ ഇപ്പോൾ മൊയ്സുവിന് പഴയ ജനപ്രിയത ഇല്ല എന്നതാണ് കണക്കാക്കുന്നതും. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തിരിച്ചടിയാവുകയും ചെയ്യുകയാണ്. അതേസമയം ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാകാൻ ഇടയാക്കിയത് മാൽദ്വീപിൽ നിന്നും ഇന്ത്യ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് 8 മാസങ്ങൾക്ക് ശേഷമാണ് മാൽദ്വീപ് മന്ത്രി ന്യൂഡൽഹി സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ സമൂഹത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഉന്നതതല ചർച്ചകൾക്കായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനൊപ്പം മാൽദ്വീപ് പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തി രംഗത്ത് വന്നതും. കൂടിക്കാഴ്ചയിൽ മാൽദ്വീപുമായുള്ള പ്രതിരോധ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യയുടെ സന്നദ്ധത രാജ്നാഥ് സിംഗ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഉഭയകക്ഷി പ്രതിരോധത്തിന്റെയും സുരക്ഷാ സഹകരണത്തിന്റെയും എല്ലാ വശങ്ങളും ഇരു മന്ത്രിമാരും വിശദമായി തന്നെ അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യ മാൽദ്വീപ് സാമ്പത്തിക, സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിനായുള്ള സംയുക്ത കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ അടുത്ത് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത ചർച്ചയിൽ ഇരുപക്ഷവും പുനഃസ്ഥാപിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. മാൽദ്വീപിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പിന്തുണ നൽകാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത സിംഗ് അറിയിക്കുകയും ചെയ്തിരുന്നു. കുറച്ചു മാസങ്ങളിലായി മാൽദ്വീപ് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്റെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ഇന്ത്യ വിരുദ്ധ ചൈന അനുകൂല നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യയുമായുള്ള ബന്ധം ഉലഞ്ഞിരുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിന് ഒരു ദിവസം കഴിഞ്ഞ് സിവിൽ സഹായത്തിനായി മാൽദ്വീപിനുള്ള എല്ലാ സൈനിക ഉദ്യോഗസ്ഥരെയും ഇന്ത്യ പിൻവലിക്കണമെന്നും പോലും മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.